ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൈക്കിളിലാണ് പോകാറുള്ളത് കമ്പനിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ വന്ന് നോക്കുമ്പോൾ സൈക്കിൾ പഞ്ചറായി കിടക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പഞ്ചറായി കഴിഞ്ഞാൽ ഞാനിന്ന് സിക്ക് എടുക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ കമ്പനി കുളിച്ച് പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ ബസ്സിന് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ 5:47 ബസ്. അപ്പോൾ നമുക്ക് ബസ്സിന് വെറുതെ പോയേക്കാം. ബസ്സിൽ എങ്ങനെ ഇവിടെ പോലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയാണ് ബസ് എടുക്കുക, ബസ്സിന് എങ്ങനെ കയറുക, ബസ്സിൽ ടിക്കറ്റ് എടുക്കലൊക്കെ അത് ജസ്റ്റ് കാണാം. ഓക്കെ, രാവിലെ വന്ന് നോക്കുമ്പോൾ സാറ് പഞ്ചറായി കിടക്കുക. ഇനിയിപ്പോൾ ഇത് വന്ന് നേരാക്കി പോലെ സമയമില്ല. അപ്പോൾ ഇനി നമുക്ക് ബസ്സിന് പോകാം. അതിന് നമ്മൾ ബസ്സിനൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇവിടെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. ഒരു ടെൻഷൻ എടുക്കണ്ട. ഏത് വഴിയാത്തവർക്കും യാത്ര ചെയ്യാൻ പറ്റും. ഒരു ടെൻഷൻ അടിക്കാതെ അതിനുള്ളൊരു ആപ്പാണിത്. സിറ്റി മാപ്പർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വരും. അതിൽ നമ്മൾ ഇത് ലൊക്കേഷൻ എടുക്കുക. നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ അടിക്കുക, അഡ്രസ്സ്. അപ്പോൾ നമ്മൾ പോണത് 7L33 7LRക്കാണ് പോണത്. 7RR എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഞാൻ പോകണം. എൻ്റെ കമ്പനി അവിടെയാണ് ഉള്ളത്. ഇതായി ലൊക്കേഷൻ. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സംഭവങ്ങൾ വരും. ബസ്സാണോ ട്രെയിനാണോ ഏതാണോ മാർഗം എന്നുള്ളത് നമുക്ക് പോകേണ്ടതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അല്ലേ, ഊബർ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇതില്ല 60 എടുക്കുക. 2 ബസ് കയറി പോകണം. എൻ്റെ അവിടേക്ക് 2 ബസ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് 64 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. അങ്ങനെയാണ് കാണിക്കണേ. അപ്പോൾ നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് ഇട്ട് തരും. ഇതിലെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എത്ര മിനിറ്റ് നടക്കണം. അപ്പോൾ എനിക്ക് 3 മിനിറ്റ് നടക്കണം ആദ്യം ബസ്സിൻ്റെ കിട്ടണടത്തേക്ക്. അതിനുള്ള മാപ്പ് ഇട്ട് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എന്താ യൂസ് ചെയ്യേണ്ടത്, ബസ് ഇത്ര മണിക്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് 6 മിനിറ്റിൽ ബസ്സുണ്ട്. അപ്പോൾ ഞാനിതിൽ ഗോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്കുള്ള റൂട്ട് ഇട്ട് തരും. അല്ലേ, ഫസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്കുള്ള റൂട്ടാണ് പിന്നെ കിട്ടിയിരുന്നത്. ബസ് സ്റ്റോപ്പിലേക്കുള്ള റൂട്ട് നമ്മൾ അവിടെ ചെന്നാൽ ബസ് എടുക്കണം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കുള്ള റൂട്ടിൻ്റെ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ആകെ വരുന്നത് 3 മിനിറ്റ് നടക്കാൻ. 3 മിനിറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബസ് അവൈലബിളാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ബസ് 6 മിനിറ്റിന് ബസ് വരും. അത് കഴിഞ്ഞാൽ ആ ബസ്സിൽ നമുക്ക് പോകേണ്ട സ്റ്റോപ്പ് ഇത്രയും കാണിച്ചു തരും. ഇത്ര സ്റ്റോപ്പ് നമുക്ക് പോകാണ്ട്. അതിൽ 15 സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് 14 മിനിറ്റിൽ 15 സ്റ്റോപ്പ്. അതിൽ 15ാമത്തെ സ്റ്റോപ്പിലാണ് നമ്മൾ പോയി ഇറങ്ങേണ്ടത്. അത് നമുക്ക് കാണിച്ചില്ലേ. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. നമുക്ക് കാണിക്കുന്ന ബസ് ഇപ്പോൾ ഓൺ ദ വേ ആണ്. ഇപ്പം ബസ് സ്റ്റോപ്പിലെത്തി. നമുക്ക് ബസ് കാണിക്കുന്നത് 5 മിനിറ്റ്. അല്ലേ, 5 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് വരും. പിന്നെ ബസ് കയറി കഴിഞ്ഞാൽ 14 സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ 14 സ്റ്റോപ്പിൽ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് 3 മിനിറ്റ് നടക്കണം. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് നടക്കണം. ഇവിടേക്ക് അത് നടന്ന ശേഷം അവിടെ ബസ് കയറി കഴിഞ്ഞാൽ അടുത്ത ബസ് നമുക്ക് 6:24 കാണിക്കണേ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 21 സ്റ്റോപ്പുള്ള ആ ബസ് കയറണം. 18 മിനിറ്റ് ആ ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോൾ 21 സ്റ്റോപ്പിലാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരു 3 മിനിറ്റ് നടക്കണം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തും. അങ്ങനെയാണ് ഇവിടെ ബസ് യാത്ര. അപ്പോൾ ആർക്കും ഇവിടെ എവിടെയും പോകാം. ഒരു ഫുൾ ടൈമാണ്. സമയം 5:47. ഇവിടെ 8 മണിയാവും നേരം വെളുക്കുമ്പോൾക്ക്. അപ്പോൾ നമുക്കൊരു മൊബൈൽ ഫുൾ ചാർജിൽ ഫോണും നെറ്റും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയും പോകാം. ഒരു ടെൻഷൻ അടിക്കണ്ട. എല്ലായിടത്തും കൂടി നമുക്ക് യാത്ര പോസിബിൾ. ഊബർ ആണെങ്കിലോ ബസ്സാണെങ്കിലോ ട്രെയിനാണെങ്കിലോ ഒക്കെ മാപ്പ് നമുക്ക് നടക്കാനാണെങ്കിലോ സൈക്കിളിനാണെങ്കിലോ ഈ റൂട്ട് അടിപൊളി. ഈ മാപ്പ് അടിപൊളിയാണ്. സിറ്റി മാപ്പർ എന്ന് പറയും. ലണ്ടനിൽ മൊത്തം ഇത് ലണ്ടൻ്റെ ആപ്പാണ്. എവിടെ പോയാലും ഈ ആപ്പ് മതി നമുക്ക് കറങ്ങാൻ, എവിടെ പോകണമെങ്കിലും. ഒരു തണുപ്പത്ത് ഓടുന്നൊക്കെ മക്കളെ പെണ്ണ് അവരൊക്കെ സമ്മതിച്ചണം. ബസ് വരുന്നുണ്ട്. നമ്മളിവിടെ കാർഡല്ലേ, കാർഡ് ടാപ്പ് ചെയ്യുക. കാർഡ് വെച്ചിട്ട് നമ്മൾ ടാപ്പ് അടിച്ചാൽ നമ്മളെ ടിക്കറ്റ് കൺഫേം. ഒരു ബസ് കയറാൻ ഇവിടെ 2 പൗണ്ടാണ്. ഒരു ബസ്സിൽ നിന്ന് ഒരു ബസ്സൊക്കെ എത്ര മണി യാത്ര ചെയ്യുക, 2 പൗണ്ട്. ലണ്ടനിൽ ഒരു ബസ് കയറാൻ 1 മണിക്കൂർ 1.75 ഇവിടെ ഡിഫറെൻ്റ് ആണ്. അതാണ് ബസ്. ഞാൻ ടിക്കറ്റ് എടുത്ത് ബസ്സിന് മുകളിലോട്ട് വന്നു. മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. 2 നില ബസ്സാണ് ഇപ്പോൾ വരാനുള്ളത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 5.30. അതെന്ന് പറഞ്ഞാൽ ഒരു ബസ് കയറി നമുക്ക് 2 പൗണ്ട് കൊടുക്കാമല്ലോ. ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5.30 നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ദിവസം യാത്ര ചെയ്യാം. എത്ര ബസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ടിക്കറ്റ് കയറി. എനിക്ക്
കമ്പനിക്ക് എത്തണമെങ്കിൽ 2 ബസ് കയറണം. അങ്ങോട്ടും 2 ബസ് ഇങ്ങോട്ടും, അങ്ങോട്ടും 2 ബസ് ഇങ്ങോട്ടും കയറണോണ്ട് നമുക്ക് വരിക ഡേ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ 8 പൗണ്ട്, 2 പൗണ്ട് 2 അങ്ങനെ 8 പൗണ്ട് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് 5-30 പൗണ്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ദിവസം കയറാം. അപ്പോൾ അതാണ് ഡേ ടിക്കറ്റിൻ്റെ ഗുണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോയി 18 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. പിന്നെ 28 സ്റ്റോപ്പിൻ്റെ അടുത്തത് വീട് നടക്കുക. 1 മണിക്കൂറിൽ ഏറ്റവും കമ്പനി എത്താം. ഇന്ന് 6 മണിക്ക് എത്തേണ്ടത് ഞാൻ ഇന്ന് 7 മണിക്ക് എത്തും, അത്രേ ഉള്ളൂ. ഇവിടെ ഈ ഔട്ടർ ആയതുകൊണ്ടാണ് 2 പൗണ്ട് ഒരു ബസ്. മറ്റേത് ലണ്ടനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 1.75. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ദിവസം മാറി കയറാം. 2, 3, 4, 5 മണിക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണി വരെ നമുക്ക് എത്ര ദിവസം കയറാം. 6 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാപ്പാവും, 2ാം ടാപ്പാവും. അപ്പോൾ അടുത്ത പൈസ പോകും. അങ്ങനെ ലണ്ടനിൽ ഇവിടെ അങ്ങനെ ഓരോ ബസ് നമ്മൾ ഇനി ഒരു സ്റ്റോപ്പ്. പിന്നെ ഒരു മാറ്റം പറഞ്ഞാൽ ഈ ബസ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തിട്ട് ഈ ബസ്സിന് ഒരു 42 സ്റ്റോപ്പുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എങ്ങനെ പറയാം, പാലക്കാട് നിന്ന് ബസ് എടുത്തിട്ട് കോഴിക്കോട്ടേക്ക് ബസ് പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിലും എന്താ ഈ 2 പൗണ്ട്. ഈ പാലക്കാട് നിന്ന് കയറി മണ്ണാർക്കാട് ഇറങ്ങുകയാണെങ്കിൽ 2 പൗണ്ട്. ഒരു സ്റ്റോപ്പ് കയറി ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെങ്കിൽ 2 പൗണ്ട്. അതിനിപ്പോൾ 32 സ്റ്റോപ്പ് ഇറങ്ങുകയാണെങ്കിൽ 2 പൗണ്ട്. ഒക്കെ 2 പൗണ്ട്. അതിൽ ഒരു ഇതില്ല. അത് നമ്മൾ നാട്ടിലങ്ങനല്ലല്ലോ. നമ്മൾ നാട്ടിലേക്ക് ഓരോ സ്റ്റോപ്പൊക്കെ ഓരോ റേറ്റ് ആണല്ലോ. ഫുൾ ടിക്കറ്റ് ഫുൾ ലോങ് ആണെങ്കിൽ അതിനും ടിക്കറ്റ് റേറ്റ് ഓരോ സ്റ്റോപ്പാണെങ്കിൽ ഓരോ റേറ്റ് അല്ലേ. ഇവിടെ എല്ലാം ഒരു റേറ്റ്. അതാണ് ഇവിടുത്തെ ഇത്. ലണ്ടനിലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇതുകളുണ്ട്. എന്താ പറയുക, സൗകര്യങ്ങൾ. ബസ്, ട്രെയിനിന് പലതുണ്ട്. പല ബസ്സുകൾ, നല്ല ട്രെയിനൊക്കെ ഉണ്ട്. ഓരോ സ്റ്റോപ്പ് ചെയ്യുന്ന ട്രെയിനുകൾ. അങ്ങനെ നല്ല സൗകര്യമാണ്, യാത്രാ സൗകര്യം ലണ്ടനിൽ. ഇവിടെ ട്രെയിൻ വളരെ ഷോക്കാണ്, കുറവാണ്. പിന്നെ എന്താ പറയുക, ബസ് വളരെ കുറവാണ്, എപ്പോഴൊന്നുമില്ല. ഞാൻ പിന്നെ എപ്പോഴും സൈക്കിളിൽ പോകുന്നതുകൊണ്ട് ബസ് എടുക്കാറില്ല. ഇന്ന് എടുത്തുന്നുള്ളൂ. ഇതൊരു യാത്ര. ഞാൻ കയറിയ 15 സ്റ്റോപ്പാണ്. കയറിയ ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ കാണിച്ച് ഇന്ന സ്റ്റോപ്പിലെത്തിന്ന് ഈ ആരോമാർക്ക് ഇങ്ങനെ പോന്ന് ലാസ്റ്റ് നമുക്ക് കൊടുത്ത സമയത്ത് അലാറം അടിച്ചു, നിങ്ങൾ സ്റ്റോപ്പ് എത്താനായി, ഇറങ്ങിക്കോളൂ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങുക. നമുക്കുള്ള സ്റ്റോപ്പ് എത്താനായി. അടുത്ത സ്റ്റോപ്പാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ബസ് നമ്മൾ ഇറക്കി വിട്ട് പോയി. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റോപ്പിലേക്ക് നടക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ആ ഭാഗത്തേക്കാണ് നടക്കേണ്ടത്. 18 മിനിറ്റിൽ അടുത്ത ബസ് വരും. അപ്പോൾ അവിടേക്ക് നമുക്ക് ആ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തണം. ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്താനുള്ള 2 മിനിറ്റ് നടക്കാനല്ലേ. നമുക്ക് മാപ്പ് ഇട്ട് കാണിച്ചിരുതോ, ഇങ്ങനെയാണ് മാപ്പ്. അപ്പോൾ നമുക്കത് ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. നമ്മൾ എന്ന് ഇതിലൂടെയാണ് സൈക്കിൾ കൊണ്ടൊക്കെ പോകല്. ഇന്ന് ബസ് പോണ്ടി വന്നില്ലേ. ഊബർ എടുത്ത് പോകാൻ വേണ്ടി ഞാൻ നോക്കി. ഊബർ എടുത്ത് നോക്കുമ്പോൾ 25 പൗണ്ടാണ് ഊബർ കാണിക്കുന്നത് കമ്പനിയിലെത്താൻ. 6 മണിയാകുമ്പോൾ നമ്മൾ എത്തും. പക്ഷെ നമ്മൾ 25 പൗണ്ട് കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് 5.5 പൗണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതാകുമ്പോഴേ നമുക്ക് 5.5 പൗണ്ട് കൊണ്ട് 2 സൈഡും പോയി വരാം. ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി നടന്ന്. അത്രേ ഉള്ളൂ. ആർക്കും എവിടെയും പോകാം. ഇവിടെ ഒരു പേടിക്കണ്ട, ഒരാൾക്കും ഭയക്കണ്ട. നമുക്ക് ഒരു മൊബൈലും ചാർജും ഉണ്ടെങ്കിൽ, നെറ്റുണ്ടെങ്കിൽ നമുക്ക് ലണ്ടനിൽ ഏത് ഉഗാണ്ടി ഇവിടെ പോയി കറങ്ങാനല്ലേ. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഇനി അടുത്ത ബസ് വരിക എവിടെയാണ്. അത് ഇപ്പോൾ നമ്മുടെ റീച്ചായി. അടുത്ത ബസ് കാണിക്കുന്നതല്ലേ 6:35 അല്ലല്ലോ, 24 ബസ് കാണിച്ചിട്ടുണ്ട്. ക്യാൻസലായോ? അടിപൊളി. നോക്കാം. 6:35 അത് 60 ബസ്സാണ്. ബസ് നമ്പറില്ല, 60ആണ്. നമുക്ക് ഇനി അടുത്ത ബസ് ഉള്ളത് 60 അല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇവിടെ എത്തി. 18 മിനിറ്റിൽ നമുക്ക് 14X എന്ന് പറഞ്ഞ ബസ്സാണ് ഇനി വരാനുള്ളത്. അത് 17 മിനിറ്റിന് വരും. അത് ഇവിടുന്ന് വരിക. ഞാനും ഇതുപോലെ സൈക്കിളിലാണ് ഇങ്ങനെ പോകാറ്. എന്നും മുമ്പ് ബസ്സിനായിരുന്നല്ലോ. സൈക്കിൾ യാത്ര അടിപൊളിയാണ്, നല്ല രസമുള്ള യാത്രയാണ് അല്ലേ. 14 എന്നാണ് ബസ്. അത് അങ്ങോട്ട് പോണ ബസ്. നമുക്ക് ഇങ്ങോട്ടുള്ള ബസ്സാണ് വേണ്ടത്. ഞാൻ ഊബർ ചെക്ക് ചെയ്ത് പറഞ്ഞില്ല. ഊബർ ചെക്ക് ചെയ്തപ്പോൾ 25 പൗണ്ടാണ് കാണിച്ചത്. അപ്പം നമ്മൾ പോയി വരുമ്പോൾ നമ്മൾ കറക്റ്റ് 6 മണിക്കവിടെ എത്തും.
ഇപ്പം നമുക്ക് 25 കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ക്യാഷ് കട്ടായി. 2.5 മണിക്കൂർ പറഞ്ഞാൽ 1 മണിക്കൂർ 10 കൊണ്ട് കൂട്ടി കഴിച്ചാൽ 2.5 മണിക്കൂർ 10 12 10 മണിക്കൂർ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 2.5 മണിക്കൂറിന് വരുന്നത് 25 പൗണ്ടാണ്. അപ്പോൾ 25 പൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് കട്ട് 10 പൗണ്ട്, പിന്നെ ബസ്സിന് ഒരു 5 പൗണ്ട്. 15 പൗണ്ടിൽ നമ്മൾ എത്തിയില്ലേ. 1 മണിക്കൂർ ലേറ്റായിട്ട് പണിയെടുക്കണ്ട. മറ്റേത് നമ്മൾ 25 പൗണ്ട് കളയും വേണം കയ്യിൽ നിന്ന്. കമ്പനി പോയിട്ട് നമ്മൾ 1 മണിക്കൂർ പണി എടുക്കുകയും വേണം. ഇതേ 1 മണിക്കൂർ പണി എടുക്കുകയും വേണ്ട. ബുദ്ധി മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. ഇതപ്പോൾ നമുക്ക് 1 മണിക്കൂർ ലാഭം കിട്ടി. 25 പൗണ്ട് നഷ്ടം പോകണത് 10 പൗണ്ടും കിട്ടി. 1 മണിക്കൂർ പണിയെടുക്കാതിരിക്കാനും കിട്ടി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. 14X കറക്റ്റ് എന്താ 0 എന്ന് കാണിക്കുമ്പോൾ വേണ്ട ബസ് വരും. കറക്റ്റ് ടൈമിൽ ബസ് എത്തും. അതാണ് 14X. ഇതിലാണ് നമ്മൾ കയറേണ്ടത്. ഈ ബസ് പോയി. ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ ആൾക്കാരുള്ളതുകൊണ്ടേ ക്യാമറ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഏതൊക്കെ സ്വഭാവമുള്ള ആൾക്കാരാണ് നമുക്കറിയില്ല. അപ്പോൾ അതാണ് നമ്മളെ കമ്പനിയാണല്ലേ ആ വൈറ്റ് കാണണേ. അപ്പോൾ നമ്മളേതായാലും കമ്പനിൻ്റെ മുമ്പിലെത്തി. കറക്റ്റ് 6:46 നമ്മൾ എത്തി. ഇതാണ് നമ്മുടെ കമ്പനി GX ഡ്രസ്സിൻ്റെ വെയർ ഹൗസാണ്. അപ്പോൾ ക്യാമറ ഇതൊന്നും ഉള്ളിൽ അലോഡല്ല. അതുകൊണ്ട് ഞാൻ ഈ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബാക്കി വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ, ബൈ. രാവിലെ ഞാൻ കയറിയോടെ തന്നെ വന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ വന്നാണ് ഇറങ്ങിയത്. ഇവിടെ വന്ന് ഞാൻ ബസ് വീണ്ടും ഇറങ്ങി. മഴയുണ്ട് അല്ലേ. അവിടെയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. ഇനി നമ്മൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകണം. അപ്പം അങ്ങനെ ഇന്നത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് സൈക്കിളില്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് യാത്ര ചെയ്തു. ഇനി നാളെ വെള്ളിയാഴ്ച അല്ലേ, നാളെ മറ്റന്നാൾ ഓഫാണ്. അപ്പോൾ ഇനി സൈക്കിള് നാളെ പോയി റെഡിയാക്കിയിട്ട് ഞായറാഴ്ച വീണ്ടും സൈക്കിളിൽ തന്നെ യാത്ര തുടങ്ങണം. 5 രൂപ ലാഭിക്കാലോ. അതുകൊണ്ടൊന്നല്ല, സൈക്കിളാകുമ്പോൾ നമുക്ക് കറക്റ്റ് സ്കൂള് കുട്ടികൾ വിടുമ്പോഴും രാവിലെ പോകാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ 6 മണിക്ക് നമുക്ക് കമ്പനിയിൽ എത്താൻ ബസ്സില്ല. ബസ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, 7 മണിക്ക് കമ്പനിയിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, രാവിലെ നേരത്തെ തന്നെ സൈക്കിൾ തന്നെ പറ്റുള്ളൂ. ഈ മഴയെ കൊണ്ട് സൈക്കിൾ പോകണ ബുദ്ധിമുട്ടാണ്. എന്നാലും വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ നമ്മളെ മഴയിൽ കൂടിയിട്ട് വീഡിയോ. നല്ല മഴയല്ല നോക്കണേ ഗേസ്, നല്ല മഴയാണ്, നല്ല കാലാവസ്ഥയല്ല, നല്ല രസമുള്ള കാലാവസ്ഥയാണ്. എന്തൊക്കെയാണ് മരങ്ങളൊക്കെ ഇല ഒഴിഞ്ഞ് കിടക്കണ്ടല്ലേ. ഇതൊക്കെ ഇലയും പൂവൊക്കെ ഇടണമെങ്കിൽ തണുപ്പ് കാലം കഴിഞ്ഞ് വേനൽക്കാലം വരണം. വിൻ്റർ പോയിട്ട് സമ്മർ വരണം. അപ്പോഴാണ് പൊളി. ഇതൊക്കെ ഈ മരങ്ങളൊക്കെ പൂക്കും, പച്ചപ്പ് കളറായിട്ട് വരും. അടുത്ത ബസ് വന്ന് കയറിയാൽ 60 ബസ് വന്ന് കയറിയാൽ ഞാൻ വീടിന് മുമ്പിൽ ഇറങ്ങുക. എന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഇപ്പോൾ 3 മണിക്ക് ഞാൻ അവിടെ എത്തും, 3:05 അവിടെ എത്തും. 3:30 ഒരാളെ പിക്ക് ചെയ്യണം, 4 മണിക്ക് ഒരാളെ പിക്ക് ചെയ്യണം. ഞാൻ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ കയറി എന്തെങ്കിലുമൊക്കെ. ബിസിയാ, പെരും ബിസിയാ. പെരും ബിസിയല്ല, ഒടുക്കത്തെ ബിസിയാ. അപ്പോൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റോട് വീട്ടിലെത്തും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചത് സൈക്കിൾ കടന്ന സംഭവമല്ല, ബസ്സിൽ പോണത് എങ്ങനെയാണ്, ബസ് എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക, നമ്മുടെ മാപ്പിൽ എങ്ങനെ ബസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ മാപ്പും ഈ സിറ്റി മാപ്പ് എന്ന് പറഞ്ഞ മാപ്പ് നമ്മുടെ കയ്യിലുണ്ടായാൽ നമുക്ക് ലണ്ടനിൽ എവിടെ വേണമെങ്കിലും പോകാം, ഒരു പേടിയും പഠിക്കണ്ട. അപ്പോൾ അത് വെറുതെ കാണിച്ചതാണ്. ബസ് എങ്ങനെ കയറാം, ബസ്സിലെങ്ങനെ ട്രാക്ക് ചെയ്യാം, നമുക്ക് മാപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവരോടും മഴ നനഞ്ഞു കൊള്ളുന്ന ബായ്.